إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ സൂക്ഷിച്ച് അവന് കീഴൊതുങ്ങി മുത്തഖികളായി ജീവിക്കണേ എന്ന് ആദ്യമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് അധികം ആളുകൾക്കുമുള്ള ഒരു പരിഭവമാണ് കിട്ടുന്ന വരുമാനം ഒന്നിനും തികയുന്നില്ല. പണത്തിൻ്റെ ബുദ്ധിമുട്ട്, അസംതൃപ്തി എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ സാമ്പത്തിക മാന്ദ്യം വലിയ ചർച്ചയാണ്. അവശ്യ സാധനങ്ങൾക്ക് വലിയ ഉയർന്ന തരത്തിലുള്ള വിലയാണ്. അതുകൊണ്ട് പണം ഈ വിലയുമായി, വരുമാനവുമായി പൊരുത്തപ്പെട്ടു പോവാൻ സാധിക്കുന്നില്ല. എല്ലാവർക്കും പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളാണ്. ദരിദ്രരായ ആളുകൾ മാത്രമല്ല, വലിയ സമ്പന്നരായ ആളുകൾക്കും പറയാനുള്ളത് വലിയ കടങ്ങളെക്കുറിച്ചാണ്. ചെറിയ ആളുകൾക്ക് ചെറിയ കടങ്ങൾ, വലിയ പണക്കാർക്ക് വലിയ കടങ്ങളും വലിയ ബാധ്യതകളുമാണുള്ളത് എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇത്തരം ഒരവസ്ഥ എന്നുള്ളത് നാം ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിക്ക് ഏത് സാഹചര്യത്തിലും സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് ആവശ്യമെന്ത്, അത്യാവശ്യമെന്ത്, അനാവശ്യമായത് ഏത് എന്നുള്ളൊരു വേർതിരിവ്, മാനദണ്ഡം നമുക്കുണ്ടാവണം. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഒരു മുസ്ലിമിന് അത് വേണം. എല്ലാം വാങ്ങിക്കൂട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല.
ഇബാദുർ റഹ്മാൻ അള്ളാഹുവിൻ്റെ അടിമകളുടെ ഒരുപാട് പ്രത്യേകതകൾ പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു പറയുന്നതാണ് വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. വിശ്വാസികളുടെ പ്രത്യേകതയാണ് വല്ലദീന ഇദാ അൻഫഖൂ, അവർ ചിലവഴിക്കുകയാണെങ്കിൽ ലം യുസ്രിഫൂ, അവർ ദൂർത്ത് കാണിക്കുകയില്ല, അമിതമായി ചിലവഴിക്കുകയില്ല, വലം യഖ്തുറൂ, അതുപോലെ തന്നെ അവർ പിശുക്ക് കാണിക്കുകയുമില്ല, വകാന ബൈന ദാലിക ഖവാമാ, അതിൻ്റെ ഇടയിൽ ഒരു മധ്യമമായ നിലപാടായിരിക്കും അവർ സ്വീകരിക്കുക. അമിതമായി ചെലവഴിക്കൂല, എന്നാൽ ആവശ്യത്തിന് ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കൂല. ധൂർത്ത് പിശാചിന്റെ മാർഗമാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും ആരാണ് ധൂർത്ത് കാണിക്കുന്നത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ, തീർച്ചയായും മുബദ്ദിരീങ്ങളായ ആളുകൾ. ആരാ മുബദ്ദിരീങ്ങൾ എന്ന് പറഞ്ഞാൽ ധൂർത്ത് കാണിക്കുന്ന ആളുകൾ. ഇഖ്വാന ശയാത്തീൻ, പിശാചിന്റെ സഹോദരങ്ങളാണ്. പിശാചിന്റെ അവസ്ഥ എന്താ? കാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ, പിശാചാകട്ടെ റബ്ബിന്, തന്റെ റബ്ബിനോട് നന്ദി കെട്ടവനുമാണ്. ആ ഒരു മാർഗമാണ് ശരിക്കും ധൂർത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അനാവശ്യമായ കാര്യങ്ങൾ പൂർണ്ണമായും വെടിയാൻ നമുക്ക് സാധിക്കണം. അനാവശ്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതുണ്ട്. അത് നമ്മുടെ മനസ്സിനോട് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും. ഇത് ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ളതാണോ, ഇത് ഞാൻ വാങ്ങേണ്ടതാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അത് വേണ്ട എന്ന് ഉത്തരം കിട്ടുന്നത് ഒഴിവാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലേ? മക്കൾ ചോദിക്കുന്നതെല്ലാം മക്കൾക്ക് നിരന്തരമായി ഇഷ്ടംപോലെ വാങ്ങിക്കൊടുക്കുന്നൊരവസ്ഥ ഇന്ന് ചിലരെ നമുക്ക് കാണാൻ സാധിക്കും. ഇഷ്ടാനുസരണം അവർക്ക് എന്തും വാങ്ങിക്കൊടുക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അത് അവരോടുള്ള സ്നേഹം കാണിക്കലല്ല, അവരെ നശിപ്പിക്കലാണ്. ഓരോ മക്കൾക്കും ഓരോന്നിൻ്റെയും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അവരെ അകറ്റി നിർത്തുകയാണ്. അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ, അതിൻ്റെ വിലയറിയാൻ അവർക്ക് അത് പകർന്നു നൽകേണ്ടതുണ്ട്. നമുക്കതിന് സാധിക്കണം. നമ്മുടെ നിലവാരം, സാമ്പത്തികമായ അവസ്ഥ മക്കൾക്ക് അറിയണം. ചില ആളുകൾ പറയല് മക്കളൊന്നും ബുദ്ധിമുട്ടൊന്നും അറിയാതെ ജീവിക്കട്ടെ, ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും മക്കൾ അങ്ങനെ ജീവിക്കട്ടെ. അത് നമുക്ക് പിന്നീട് ദോഷം ചെയ്യുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. നമ്മുടെ സാമ്പത്തിക സ്ഥിതി കുടുംബത്തിൽ ചർച്ച ചെയ്യണം, അവസ്ഥകൾ നമ്മൾ ചർച്ച ചെയ്യും. എല്ലാവരും ഒന്നിച്ചിരിക്കണം, മക്കളോട് പറയണം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി വരാണ്ട് നമ്മൾ എന്ത് ചെയ്യും. അപ്പം അവർക്കറിയും, അപ്പം അവരുടെ അടുത്ത് സൊല്യൂഷൻ ഉണ്ടാവും. അവർ ചർച്ചയിൽ പങ്കെടുക്കും, അവർക്ക് പണത്തിൻ്റെ വില മനസ്സിലാവും. അങ്ങനെ ചർച്ചകൾ നടക്കണം. അല്ലേ? നമ്മുടെ സ്വന്തം മക്കൾക്ക് മൊബൈൽ ആവശ്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ചോദിക്കുമ്പോഴേക്ക് വാങ്ങിക്കൊടുക്കുന്നതിന് മുമ്പ് മൂർച്ചയുള്ള കത്തി കൊടുക്കുന്നതിനേക്കാൾ അപകടകരമായ ഒരു വസ്തു ആവശ്യമില്ലാത്ത ഒരു സന്ദർഭത്തിൽ, ആവശ്യമില്ലാത്ത ഒരു പ്രായത്തിൽ നമ്മൾ നൽകുന്നുവെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ന്യായീകരിച്ചേക്കാം, ചിലപ്പോൾ കൂടെയുള്ള ആളുകൾ ചിലപ്പോൾ ഉമ്മ തന്നെ ന്യായീകരിച്ചേക്കാം. പക്ഷേ അത് പിന്നീട് വലിയ അപകടകരമായി മാറുമ്പോൾ കണ്ണുനീര് തോരാത്തൊരവസ്ഥയിലേക്ക് അത് എത്തിപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത്യാവശ്യങ്ങളിൽ ഒതുങ്ങി നിന്ന് ജീവിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും സഹോദരങ്ങൾ. അതിന് ശ്രമിച്ചാൽ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. സാധാരണ നാടൻ പണിയെടുക്കുന്ന ആളും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പണക്കാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പണക്കാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ ആഡംബര പ്രിയരായ ആളുകൾ അവരാണ് നാടിൻ്റെ നാശമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആവശ്യങ്ങൾക്കപ്പുറത്തേക്ക് ആഡംബര പ്രിയരായ ആളുകൾ ജീവിതത്തിൽ യാതൊരു ഗുണനിലവാരമില്ലാത്ത കാര്യങ്ങൾ വാങ്ങിക്കൂട്ടുന്ന അവസ്ഥ. കൃത്രിമമായ പ്രൗഢിയോടാണ് ആളുകൾക്ക് താല്പര്യം. പ്രൗഢിയും പകിട്ടും പദവിയായി കാണുന്ന ആളുകളാണ് ഇന്ന് കാണുന്നത്. അത്തരം ആളുകൾ നാശകാരികളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. وَإِذَا أَرَدْنَا أَن تُهْلِكَ قَرْيَةً أَمَرْنَا مُتْرَفِيهَا فَفَسَقُوا فِيهَا فَحَقَّ عَلَيْهَا الْقَوْلُ فَدَمَّرْنَاهَا تَدْمِيرًا. അല്ലേ? ഒരു നാടിനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവിടെയുള്ള സുഖിയന്മാരായ ആളുകൾക്ക് നാം കൽപ്പന നൽകും. അങ്ങനെ അവർ അതിൽ അധർമ്മം പ്രവർത്തിക്കും. അപ്പോൾ അവരുടെ മേൽ വാക്ക് സ്ഥിരപ്പെടും, അതായത് ശിക്ഷയുടെ വാക്ക് സ്ഥിരപ്പെടുമെന്നർത്ഥം. എന്നിട്ട് അവരെ തുടച്ചു നീക്കും. പല നാടുകൾ നശിപ്പിക്കാൻ കാരണമായത് ഇത്തരം ധൂർത്തന്മാരായ സുഖലോലുൽപ്പന്മാരായ ആളുകളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ധൂർത്തും പൊങ്ങച്ചൊക്കെ കടന്നു വരുന്ന പല മാർഗങ്ങളുണ്ട്, പല ഏരിയകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടത്. അതിലുള്ള വസ്തുക്കൾ അടിസ്ഥാന ഘടകങ്ങളെക്കാൾ ഇന്ന് പ്രാധാന്യം പൊള്ളയായ ചില കാര്യങ്ങളോടാണ്, പ്രൗഢിയുടെ പ്രതീകങ്ങളോടാണ് ചിലർക്ക് താല്പര്യം. ആവശ്യങ്ങളും അല്ലെങ്കിൽ സൗകര്യങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഭംഗി കൂട്ടുക എന്നുള്ളതിൻ്റെ പിന്നാലെ പോകുന്നത് കൊണ്ട് ഒരുപാട് ധൂർത്ത് അതിലൂടെ കടന്നു വരുന്നു എന്നുള്ള. പൊങ്ങച്ചം പ്രകടിപ്പിക്കാൻ വേണ്ടി പലതും വാങ്ങിക്കൂട്ടുന്ന ആളുകൾ, അല്ലേ?
വിദേശത്ത് പോയി ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും ലീവിന് വരുമ്പോൾ ടൈൽസ് മോഡൽ മാറുന്നതിനനുസരിച്ച് കുത്തിപ്പൊളിച്ച് മാറ്റുന്ന ആളുകൾ, പെയിന്റ് അനാവശ്യമായി വീണ്ടും വീണ്ടും പെയിന്റ് മാറ്റി മാറ്റി അടിക്കുന്ന ആളുകൾ, അല്ലെ? ആവശ്യത്തിന് വേണ്ട എന്നല്ല, പണം കയ്യിലുണ്ടായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് വീട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സക്കന. നിങ്ങളുടെ വീടുകളിൽ അള്ളാഹു വീടുകളെ ഒരു മസ്കനാക്കി മാറ്റിയിട്ടുണ്ട്, സമാധാനത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷേ പരിധി വിടാൻ പാടില്ല എന്നുള്ളതാണ്. 20,000 രൂപയ്ക്ക് ഒരു ഗേറ്റ് വെക്കാൻ പറ്റും, 1,00,000 രൂപക്കും 2,00,000 രൂപക്കും നമുക്ക് ഗേറ്റ് വെക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ സ്ഥിതിയും അവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണമെന്ന് മാത്രം. ചിലപ്പോൾ രണ്ടും ദൂർത്താവില്ല, ചിലപ്പോൾ വളരെ കുറഞ്ഞതുപോലും ചില സന്ദർഭങ്ങളിൽ ദൂർത്തായി മാറും. അത് ഓരോരുത്തരുടെയും അവസ്ഥയും സാഹചര്യവും ആ ഘട്ടവും അത്യാവശ്യമാണോ എന്ന ഘട്ടവും ഒക്കെ നോക്കിയിട്ടാണ്. അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് ഒരാൾ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് മറ്റൊരാൾക്ക് ചെയ്യാൻ അവകാശമില്ല. നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അലങ്കാരവും ഭംഗിയൊക്കെ ആവാം, പക്ഷേ ഒന്നും അമിതമാവാൻ പാടില്ല. ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്, മുമ്പത്തെ ഓലമേഞ്ഞ വീടും ചോർന്നൊലിക്കുന്ന വീടൊക്കെ പഴയ ആളുകൾക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. ഇന്ന് ഒരു വീട്ടിൽ 5ഉം 10ഉം വയസ്സായ കുട്ടികൾക്ക് വരെ ഓരോരുത്തർക്കും ഓരോ റൂമാണ്. ആവശ്യമെങ്കിൽ അതൊക്കെ വേണം. പക്ഷേ കുട്ടികൾക്ക് ഇതിൻ്റെ യാതൊരു നിലയും വിലയുമില്ല. ഒന്നിനും കുട്ടികൾക്ക് വിലയില്ല. എന്ത് വാങ്ങിക്കൊടുത്താലും അതിൻ്റെ വിലയറിയാത്ത അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. പ്രിയമുള്ളവരെ, കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വീട്ടിൽ റൂം ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും ആൺകുട്ടികളെ മാത്രം നമ്മൾ പരിഗണിക്കാറുള്ളത്. പെൺകുട്ടികൾക്കൊരു റൂം വേണ്ട എന്നുള്ളൊരു ചിന്തയാണ് പൊതുവേ ഉള്ളത്. അവരെ കെട്ടിച്ച് കുറച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് പോകാനുള്ളതാണ്. പലപ്പോഴും അത്തരം ആളുകൾ, പെൺകുട്ടികൾ നമ്മുടെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് വിരുന്നു വന്നാൽ അധിക സമയം നിൽക്കൂല. കാരണം അവർക്കൊരു പിടുത്തല്ല ഇവിടെ. കാരണം അവർക്ക് സ്വന്തമായിട്ട് റൂം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. സ്വന്തം വീട്ടിലേക്ക് പെൺമക്കൾ കല്യാണം കഴിച്ച് ഉപ്പൻ്റെ ഉമ്മൻ്റെ അടുത്തേക്ക് പോയാൽ എവിടെയും സ്വന്തമായ ഒരു ഇടമില്ലാത്തൊരു ദയനീയ അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ധൂർത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിന്റെ അനുഗ്രഹം മറക്കുന്ന ഒന്നും നമ്മുടെ വീടുകളിൽ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹിന്റെ അനുഗ്രഹത്തെ മറികടക്കുന്ന, അതിനോട് വെറുപ്പുണ്ടാവുന്ന, അള്ളാഹുവിന്റെ കോപമുണ്ടാവുന്ന ഒന്നും നമ്മുടെ വീടുകളിൽ ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കണം. മ്യൂസിക്കും പാട്ടും വൃത്തികേടുകളും വൃത്തികെട്ട ചിത്രങ്ങളും ഒരുപാട് നിരോധിക്കപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട് വീടുകളിൽ, അല്ലെ? അത്തരം കാര്യങ്ങളോ വൃത്തികെട്ട ചർച്ചകളോ സംസാരങ്ങളോ വൃത്തികെട്ട സാധനങ്ങളോ ഒന്നും നമ്മുടെ വീട്ടിൽ വേണ്ട എന്ന് തീരുമാനിക്കാൻ അന്തസ്സോടുകൂടി നമുക്ക് കഴിയേണ്ടതുണ്ട്. രണ്ടാമത്തേത് മറ്റൊരു മേഖല വസ്ത്രമാണ്. വസ്ത്രത്തിന്റെ രംഗത്ത് ധൂർത്ത് കടന്നു വരുന്ന ഒരുപാട് അവസ്ഥകൾ, അല്ലെ? മൂല്യവും അതേപോലെ പ്രയോജനത്തിന്റെ ചിന്തയൊക്കെ മാറി ഇന്ന് സിനിമ അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങളെയൊക്കെ അനുകരിക്കുന്ന, അതേപോലെ മറ്റു താരങ്ങളെയും റീൽസ് താരങ്ങളെയും ഒക്കെ അനുകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വസ്ത്രത്തിന്റെ അവസ്ഥ മാറി. വില കൂടിയ വസ്ത്രങ്ങളാണ്, എന്നാൽ നഗ്നത ഫുള്ള് കാണുന്ന വസ്ത്രങ്ങൾ, അങ്ങനെയുള്ള വസ്ത്രങ്ങളിലേക്ക് ഇന്ന് മാറി. അത് അല്ലാഹു നൽകിയ ഒരു അനുഗ്രഹമാണ്. യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ സുവാരി സൗആതിക്കും യുവാരി സൗആതിക്കും വരീശ, അല്ലെ? നിങ്ങൾക്ക് അലങ്കാരമായിക്കൊണ്ടും ഭംഗിയായിക്കൊണ്ടും നഗ്നത മറക്കുവാനും എല്ലാം ആയിക്കൊണ്ട് വസ്ത്രത്തെ നാം ഇറക്കിയിരിക്കുന്നു. അള്ളാഹു അനുഗ്രഹമായി എടുത്തു പറയുന്നുണ്ട്. വലിബാസു തഖ്വ ദാലിക ഖൈർ. എന്നാൽ തഖ്വയാകുന്നൊരു വസ്ത്രം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലത് എന്ന് അള്ളാഹു കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താണ്. ഒരു വസ്ത്രത്തിന്റെ കാര്യം പറയുമ്പോഴും അതിന്റെ ആന്തരികമായൊരവസ്ഥ, ആത്മീയമായൊരവസ്ഥയും കൂടി അള്ളാഹു ഇതിന്റെ കൂട്ടത്തിൽ പറയാണ്. ദാലിക മിൻ ആയാത്തില്ല, അള്ളാഹിന്റെ ആയത്തുകളിൽ പെട്ടതാണ് ഈ വസ്ത്രം എന്നുള്ളത്. ലഅല്ലഹും യസ്ദക്കറൂൻ, നമുക്ക് ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു പറയുകയാണ്, അല്ലെ? പലപ്പോഴും സ്ത്രീകളാണ് ഇന്ന് ആഡംബര ഭ്രമത്തോടും ആഭരണ ഭ്രമത്തോടും വസ്ത്രത്തിന്റെ ആധിക്യത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്നത്, അല്ലെ? ഉള്ളത് പോരാ, ഒരു പ്രാവശ്യം ധരിച്ചാൽ അത് അങ്ങോട്ട് പറ്റില്ല, അത് അന്ന് അവരിട്ട് കണ്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഇടുമ്പോൾ ഈ വസ്ത്രം കാണാൻ പറ്റുമോ, ഇനി വേറെ കളർ വേണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് പലപ്പോഴും, അല്ലെ? മറ്റുള്ള അവസ്ഥയൊന്നും പലരും ചിന്തിക്കാറില്ല. സ്ത്രീകളെ മൊത്തത്തിൽ കുറ്റപ്പെടുത്താനില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവകരമായ വിഷയങ്ങളാണ് സഹോദരങ്ങളെ. ഭർത്താവിൻ്റെ വരുമാനത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഏത് അവസ്ഥയിലും കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്, പലപ്പോഴും ഇതിനൊക്കെ ശക്തമായി ഇരയാകുന്നത് പ്രവാസികളാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് വർഷങ്ങൾ അധ്വാനിക്കും. ആ വരുമാനങ്ങളിൽ നിന്ന് നാട്ടിലെത്തിയ ഭാര്യൻ്റെ മുമ്പിൽ ഭർത്താവിന് യാതൊരു വിലയുണ്ടാവില്ല. എത്ര ആളുകളാണ് അങ്ങനെയുള്ളത്? ഈ ഭാര്യയാണ് ഭർത്താവ് അവിടെ കഷ്ടപ്പെട്ട് സ്വന്തം വസ്ത്രം പോലും, ഒരു വസ്ത്രത്തിൽ പരമാവധി എങ്ങനെ ജീവിക്കാം എന്ന് ത്യാഗം സഹിച്ച് ഇങ്ങോട്ട് പണം അയച്ചു കൊടുക്കുമ്പോൾ ഇവിടെ 5ഉം 6ഉം വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി പിന്നെ നാട്ടിൽ വരുമ്പോൾ യാതൊരു നിലയും വിലയില്ലാത്ത അവസ്ഥ. വളരെ ദയനീയമായ അവസ്ഥയാണ്. അതുകൊണ്ട് സഹോദരിമാർ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ മേഖലയിലും സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. എല്ലാ പരസ്യത്തിലും സ്ത്രീകളെ വെച്ചാണ് കച്ചവടം ചെയ്യുന്നത്. സ്ത്രീകൾ തന്നെയാണ് പലരും ലക്ഷ്യമാക്കുന്നതും, അല്ലേ? അവരെ വഞ്ചിക്കാൻ എളുപ്പമാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പിന്നാലെ പോവാണ്.
അതുകൊണ്ട് കോടികളാണ് പല രംഗത്തും ബിസിനസ്സിന് പരസ്യത്തിന് വേണ്ടി പലരും ചെലവഴിക്കുന്നത്. കാരണം പരസ്യത്തിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി മനഃശാസ്ത്രപരമായ ഇടപെടലാണ്. നമ്മുടെ ചൂഷണം ചെയ്യാൻ അവരിട്ട് തരുന്ന ചൂണ്ടയിൽ കൊത്താതിരിക്കുക എന്നുള്ളത് നമ്മുടെ ബുദ്ധിയാണ്. പലരും ചൂണ്ടയിടും അല്ലേ, പലപ്പോഴും ഓഫറുകൾ കണ്ടാണ് നമ്മൾ സാധനം വാങ്ങല്. നമുക്ക് ആവശ്യമുള്ളതല്ല നമ്മൾ വാങ്ങുക, നമ്മൾ ഓഫറുള്ളതാ വാങ്ങുക. എന്തിനാ സഹോദരങ്ങൾ ഓഫറുള്ളത് നമ്മൾ വാങ്ങുന്നത്? നമുക്ക് എന്താണ് ആവശ്യമുള്ളതല്ലേ വാങ്ങല്. ആ ചൂണ്ടയിൽ അവർ ഇടുന്ന ചൂണ്ട അവരുടെ ബിസിനസ്സാണ്, അവരുടെ കച്ചവട തന്ത്രമാണ്, അതവർ നടത്തട്ടെ. പക്ഷേ നമ്മളതിൽ വീഴരുത്. നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ളത് എന്തോ അതാണ് നമ്മൾ വാങ്ങേണ്ടത്. എന്തെങ്കിലും ഓഫർ ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ എന്തിനു വാങ്ങണം? ഓഫർ ഉണ്ടാവട്ടെ, നമുക്ക് ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ വാങ്ങാം. അങ്ങനെയായി മാറണം നമ്മൾ. ഓരോ രംഗത്തും ഇസ്ലാം കൃത്യമായ നിലപാട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അധ്വാനിക്കുമ്പോൾ അധ്വാനത്തിന്റെ പണത്തിന്റെ വില നമുക്കറിയണം അല്ലേ. ഒരു ചെറിയൊരു കഥ ഉണ്ട്. കഥയിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു മോന് ഉപ്പ എന്നും അധ്വാനിച്ച് പണം ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ അതിൽ നിന്നും ചെറിയൊരു കോയിൻ എടുത്തിട്ട്, പണത്തിന്റെ ഒരു കോയിൻ എടുത്തിട്ട് മോന് കൊടുക്കും. മോനത് തൊട്ടടുത്തുള്ളൊരു പൊട്ടക്കിണറുണ്ട്, അതങ്ങനെ വലിച്ചെറിയും. എന്നും പറയും, ഉപ്പ മോനെ അത് എറിയരുത്, ഞാൻ നിനക്ക് വേണ്ടി തരുന്നത്, അത് നീ സൂക്ഷിച്ചു വെക്കണം, എടുക്കണം എന്ന് പറയും. അവൻ അതനുസരിക്കാതെ ഇങ്ങനെ വലിച്ചെറിയും. ഒരു ദിവസം ഉപ്പ മോനോട് പറഞ്ഞു, നിനക്ക് കുറച്ച് പണിയുണ്ട്, ഈ പണിയൊക്കെ ചെയ്താൽ ഞാൻ നിനക്ക് പൈസ തരും, കുറച്ച് പണം പകരമായി തരാം. കുറച്ച് ജോലി കൊടുത്തു. ആ ജോലിയൊക്കെ നന്നായി ചെയ്ത് ക്ഷീണിച്ച് ഉയർത്തി കുറച്ച് പണം ഇതേപോലെ ഏതാനും നാണയത്തുട്ടുകൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് എല്ലാവർക്കും, നിനക്ക് ആദ്യമായി കിട്ടിയൊരു പണല്ലേ, ഉമ്മാക്ക് ഉപ്പാക്കൊക്കെ കുറച്ച് കൊടുത്തളാം, അല്പം നൽകാം എന്ന് പറഞ്ഞപ്പോൾ അത് നൽകി. അത് നൽകിയപ്പോൾ ആ ഉപ്പ പറഞ്ഞ് അവൻ്റെ മുമ്പിൽ തന്നെ, ഇത് ഞാൻ അതിലേക്ക് വലിച്ചെറിയാണ് എന്ന് പറഞ്ഞ് എറിയാൻ പോയപ്പോൾ ആ മോന് ഓടി വന്നിട്ട് കൈ പിടിച്ചു. ഇത് എറിയരുത്, ഈ പൈസ അതിലേക്ക് വലിച്ചെറിയരുത്, ഇത് ഞാൻ അധ്വാനിച്ചതാണ്, ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്, ഇത് വലിച്ചെറിയത്. അപ്പോഴാണ് പണത്തിൻ്റെ വില മനസ്സിലായത് എന്ന് സാധാരണ ഒരു കഥ പറയാറുണ്ട്. സഹോദരങ്ങളെ, മക്കൾക്ക് പലപ്പോഴും ഇതിൻ്റെ വാല്യൂ മനസ്സിലാവാറില്ല എന്നുള്ള, എല്ലാവരെയും കുറ്റപ്പെടുത്താനല്ല, നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കണം. ദാനധർമ്മങ്ങൾ ലാഭമുള്ള ഒരു കച്ചവടമാണ് ദാനധർമ്മങ്ങൾ. നമ്മുടെ മക്കളെ അത് ശീലിപ്പിക്കണം അല്ലെ. നമ്മൾ ദാനം കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. കണ്ണ് കാണാത്ത ഒരാളെ കാണുമ്പോൾ നമ്മളെ മക്കളുടെ കയ്യിൽ പൈസ കൊടുത്ത് 10 രൂപ കൊടുത്ത് പറയണം, പാവപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് കാണുന്നില്ല, നമുക്ക് എന്തെല്ലാം വർണ്ണങ്ങൾ കാണാം, ആ അനുഗ്രഹം ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഈ പണം അദ്ദേഹത്തിന് കൊടുക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ ചെറിയ മോനെ കൊണ്ട് കൊടുപ്പിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ അലിവിനെ വളർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഓരോന്നും നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, ഒരു വചനം നമുക്ക് കാണാൻ സാധിക്കും, പണ്ഡിത വചനങ്ങളിൽ കാണാൻ സാധിക്കും, ഒരു വീട്ടിലെ 4ാമത്തെ പുതപ്പ് ഒരു വീട്ടിലുണ്ടെങ്കിൽ അത് പിശാചിനുള്ളതാണ്. ഒന്ന് സ്വന്തത്തിന് ഉപയോഗിക്കാം, മറ്റൊന്ന് 2 ഉണ്ടെങ്കിൽ കുടുംബത്തിനാക്കാം, 3ാമതൊരു പുതപ്പുണ്ടെങ്കിൽ വിരുന്നുകാർക്ക് ഒരു പുതപ്പ് എന്ന് വിചാരിക്കാം, 4ാമതൊരു പുതപ്പ് വീട്ടിലുണ്ടെങ്കിൽ അത് പിശാചിനുള്ളതാണ് എന്ന് വചനം നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ശ്രദ്ധിക്കേണ്ടതാണ്. എത്രയെത്ര അനാവശ്യമായ സാധനങ്ങളാണ് നമ്മുടെ വീടുകളിലേക്കുള്ളത്, നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. ഇതിനൊക്കെ വില കൽപ്പിക്കേണ്ടി വരും, നമ്മൾ അള്ളാന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. 3ാമത്തെ രംഗം ഭക്ഷണത്തിൻ്റെ മേഖലയാണ്. ഭക്ഷണത്തിൻ്റെ മേഖല ഇന്ന് കൃത്രിമമായ വർണ്ണങ്ങളോടും കൃത്രിമമായ രുചിയും കൃത്രിമമായ ഗന്ധങ്ങളെല്ലാം ചേർത്ത് വിഷമയമായ ഭക്ഷണത്തിലേക്ക് ഇന്നെല്ലാവരും എത്തി നിൽക്കുക. അത് ഭക്ഷണം ഒരു പ്രൗഢിയുടെ പ്രതീകമായി മാറിയിട്ടുണ്ട്. ഇത്തരം രീതികൾ വർദ്ധിച്ചു വരികയാണ്. ഈ ഒരു അവസ്ഥ ആശുപത്രിയിലേക്കുള്ള നമ്മുടെ ദൂരം കുറച്ചു. ആശുപത്രികൾ നമ്മുടെ തൊട്ടടുത്തായി. നമ്മുടെ ഭക്ഷണ രീതി മാറിയതോടുകൂടി ആശുപത്രികൾ നമ്മുടെ വളരെ അടുത്തായി എന്നുള്ളതാണ്. ലളിതമായ ഭക്ഷണ രീതി, ഗുണകരവും ആരോഗ്യപരവുമായ ഭക്ഷണ രീതി ശീലിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കൃത്യമായ സമയത്ത് നന്നായി വെള്ളം കുടിക്കുകയും ഭക്ഷണം മിതമായി ആവശ്യത്തിന് ആരോഗ്യപരമായ ഭക്ഷണങ്ങൾ മനസ്സിലാക്കി കഴിക്കുകയും ചെയ്താൽ ഒരുപാട് രോഗങ്ങൾ നമുക്ക് കുറക്കാൻ പറ്റും. അവിടെയും ആർഭാടങ്ങൾ കടന്നു വരികയാണ്. ചെറിയൊരു പ്രോഗ്രാം വെച്ചാൽ പോലും എല്ലാവർക്കും അറിയാം, ഏതെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ എല്ലാവർക്കും കഴിക്കാൻ കഴിയുള്ളൂ, ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ എന്നാലും എല്ലാവരും വിചാരിക്കും ഇത് കുറഞ്ഞു പോയാൽ മോശമല്ലേ, ഇത് പോരാം. അത് തിന്നുന്ന ആൾക്കാർക്കും അറിയാം. ഭക്ഷണം കഴിക്കുന്നവരും വിചാരിക്കുന്ന 4-5 ഭക്ഷണം ഒന്നിച്ച് കാണുമ്പോൾ എന്താ ചെയ്യുക, ഇതൊക്കെ വേറെ വേറെ നേരത്ത് കിട്ടുകയാണെങ്കിൽ ഈ കാര്യം എല്ലാം കൂടി ഒന്നിച്ച് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ എന്ന് എല്ലാവരും വിചാരിക്കും. എന്നാലും എല്ലാവരും വിചാരിക്കുന്നത് ഇതൊക്കെ ഇല്ലെങ്കിൽ ഒരു കുറവല്ലേ, മോശമല്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് മൊത്തത്തിൽ മാറിപ്പോയി. അതൊരു നാണക്കേടായി മാറുകയാണ് ഭക്ഷണം ഇല്ലാത്തത് അല്ലേ. മാന്യമായ ഭക്ഷണം നാണക്കേടായി മാറിയ ആർഭാടമാണ് എപ്പോഴും വേണ്ടത് എന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറി. നമുക്ക് അവിടെയൊക്കെ തടയിടാനും അവിടെയൊക്കെ സൂക്ഷ്മത പാലിക്കാനും നാം ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുള്ള കുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ.
അല്ലെ, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, പക്ഷേ അമിതമാവരുത്, അമിതമാക്കാൻ പാടില്ല. ആ അമിതമാക്കരുത് എന്നുള്ള വചനത്തെ മറികടന്നതുകൊണ്ട്, ധിക്കരിച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്ക് താങ്ങാനാവാത്ത ഒരുപാട് രോഗങ്ങളും അമിതമായ ഒരുപാട് പ്രശ്നങ്ങളും ഇന്ന് സമൂഹം നേരിടുന്ന വലിയൊരു വെല്ലുവിളി അതാണ് എന്നുള്ളതാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കരഞ്ഞൊരു സന്ദർഭമുണ്ട്. അദ്ദേഹം നല്ല സുഭിക്ഷമായൊരു ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ അങ്ങനെ കരയാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, എൻ്റെ കൂട്ടുകാരായ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ, അവരൊക്കെ എൻ്റെ കൂടെ ജീവിച്ച ആളുകളാണ്. അവരൊക്കെ മരിച്ചുപോയി, അവരൊക്കെ ഒരുപാട് പട്ടിണി കടന്നിട്ടുണ്ട്, ഞാനും അവരും ഒന്നിച്ച് ജീവിച്ചതാണ്. പക്ഷേ ഇന്നിനി എത്ര സുഭിക്ഷമായിട്ടാണ്, എത്ര സുന്ദരമായിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ കരയുകയാണ്. അവരൊക്കെ പട്ടിണി കടന്നിരുന്നു എന്ന് ഓർത്തിട്ട് അദ്ദേഹം കരയുന്നൊരവസ്ഥ. ഇതിന് അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്നുള്ള ഒരവസ്ഥ. ഒരു വീട്ടിൽ തന്നെ ഒരു നേരം തന്നെ ഇന്ന് പലർക്കും പല ഭക്ഷണമാണ്. ചില ഉമ്മമാർക്കല്ലേ വെല്ലുവിളി അതാണ്. 4 മക്കളുണ്ടെങ്കിൽ 4 ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട അവസ്ഥയാണ്. മക്കൾ അങ്ങനെ ശീലിപ്പിച്ചു നമ്മൾ. 4 ആൾക്കും ഒരാൾക്ക് ഇത് പറ്റില്ല, മറ്റൊരാൾക്ക് മറ്റേത് പറ്റില്ല. എല്ലാം ഭക്ഷണം കഴിക്കാൻ കുട്ടികൾക്ക് കഴിയുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൃത്രിമമായ രുചികൾ ഒരുപാട് വാങ്ങിക്കഴിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ നാടൻ ഭക്ഷണങ്ങളോട് താല്പര്യമില്ലാതായി മാറും. അത് നമ്മൾ തന്നെയാണ് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു ഏരിയ എന്ന് പറഞ്ഞാൽ വിനോദവും ഫാഷനും ഒക്കെയാണ്. ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രീ സമയം ഇരിക്കുമ്പോൾ പിശാച് വൃത്തികേടുകൾ ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ വിനോദങ്ങളിലേക്കും അനാവശ്യങ്ങളിലേക്കും പോകും. ഒഴിവ് സമയം നല്ലത് കേൾക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങളാക്കി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഒരുപാട് അവസരങ്ങൾ ഇന്നുണ്ട്. ഇന്ന് സിനിമയും സീരിയലും മ്യൂസിക്കുമായി വിനോദങ്ങൾക്ക് സമയം കണ്ടെത്തുകയാണ്. അതിലൂടെ അങ്ങനെ പോവുകയാണ്. അതൊരു ആനന്ദമായി മാറുകയാണ്. ഇന്ന് എല്ലാവർക്കും സ്വന്തം കയ്യിൽ മൊബൈൽ ഉള്ളതുകൊണ്ട് ഏത് രംഗത്തിലൂടെയും എന്ത് വൃത്തികേടുകളിലൂടെയും പോകാനുള്ള അവസരം പിശാച് സ്വന്തം കൈകളിൽ തന്നെ വെച്ചു കൊടുത്തു. അവിടെ സൂക്ഷ്മത പാലിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ സ്വയം നശിച്ച് ഉരുകിയില്ലാതായി തീരും. സഹോദരങ്ങളെ, നന്നായി സൂക്ഷിക്കണം. നല്ല തഖ്വയുള്ളവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അവിടെ അത് മാത്രമല്ല, പണത്തിൻ്റെ ചെലവുണ്ട്. ഒരുപാട് പണവും അനാവശ്യമായി ചെലവഴിക്കുന്ന ആളുകൾ പള്ളിയുടെയോ മദ്രസയുടെയോ മാസാന്തത്തിന് എന്തെങ്കിലും ആവശ്യത്തിനോ ഒരു 300-200 രൂപ ചോദിച്ചാൽ വലിയ പ്രയാസമായിരിക്കും. എന്നാൽ ഇത്തരം കാര്യങ്ങൾക്കും ഓരോ മാസവും അനാവശ്യമായ റീചാർജുകൾക്കും അനാവശ്യമായ കാര്യങ്ങൾക്കും എത്രയും ചെലവഴിക്കാൻ ഈ ഒരു മടി ഉണ്ടാവില്ല, അല്ലേ? മക്കളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യത്തിൻ്റെ അപ്പുറത്തേക്ക് പെരുമക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസത്തിന് 5000-വും 10000-വും കൊടുക്കാൻ യാതൊരു മടിയില്ലാതെ കൊടുക്കും. അത് കൃത്യമായി ഫീസ് അടക്കും. വാഹനത്തിന് തന്നെ വേണ്ടി വരും 1000-ങ്ങൾ. മദ്രസയിലേക്ക് ഒരു 300 രൂപ 500 രൂപ കൊടുക്കാൻ അത് വലിയ ബുദ്ധിമുട്ടാണ്. അതൊരു മടിയാണ്. നഷ്ടമായി ചിന്തിക്കുന്ന ആളുകളാണ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലുള്ള അനാവശ്യമായ വിദ്യാഭ്യാസം വേണ്ട എന്നല്ല, അനാവശ്യമായ ചെലവുകൾ നമ്മൾ നന്നായി സൂക്ഷിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നന്മക്ക് ചെലവഴിക്കുമ്പോൾ അതെന്നും ബാക്കിയായി പരലോകത്ത് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതിന്. അതുപോലെ തന്നെ അനുവദനീയമായ രീതിയിൽ വ്യായാമമൊക്കെ ആവാം, അത് വേണ്ടത് തന്നെയാണ്. വ്യായാമം വേണം. ഇന്ന് മറ്റുള്ളവരുടെ കാണുക എന്നുള്ളതാണ് വ്യായാമം, അല്ലേ? തടിയനങ്ങാത്ത കുറേ ഗെയിമുകളും അതേപോലെ മറ്റു മത്സരങ്ങൾ കാണലുമൊക്കെ, അതൊക്കെ നമ്മൾ സ്വന്തമായി ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് കൂടി ആയാസം കിട്ടുന്ന വ്യായാമങ്ങൾ. ഇന്ന് ജോലികൾ കുറവായതുകൊണ്ട്, തടിയനങ്ങിയുള്ള ജോലികൾ കുറവായതുകൊണ്ട് വ്യായാമം ചെയ്യൽ ആവശ്യമായ രംഗത്ത് അതും കൂടെ വേണം എന്നും കൂടെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാം. മൂല്യങ്ങൾ നശിപ്പിക്കാത്ത രീതിയിലായിരിക്കണം എന്നുള്ളതാണ്. പരമാവധി സ്വയം അധ്വാനിച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിലൂടെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ, നമ്മുടെ മുറ്റത്തും തൊടിയിലുമൊക്കെ നമുക്ക് അധ്വാനിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ ചെയ്താൽ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു ആയാസവും ഉല്ലാസവും ഒക്കെ കിട്ടും. നിഅമതാനി മഅബൂനുൻ ഫീഹിമ കസീറുൻ മിനൻ നാസി അസ്സിഹത്തു വൽ ഫറാഗ്. ഒഴിവ് സമയവും നമ്മുടെ ആരോഗ്യവും അധികം ആളുകളും വഞ്ചിക്കപ്പെടുന്ന ഒരു രംഗമാണ്. അവിടെ നമുക്ക് സൂക്ഷ്മത പാലിക്കാൻ കഴിഞ്ഞാൽ ഈ ലോകത്തും നമുക്ക് ഗുണമുണ്ടാവും, പരലോകത്തും നമുക്ക് ഗുണമുണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ശ്രദ്ധിച്ച് ജീവിച്ചാൽ നമുക്ക് ലഭിക്കുന്ന വരുമാനവുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും, അല്ലേ? അതിൽ തഖ്വ നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ അള്ളാന്റെ ബറക്കത്തും കൂടി ഉണ്ടാവും. ആ ബറക്കത്തും കൂടി കിട്ടുമ്പോൾ നമുക്ക് ഉള്ളത് കൊണ്ട് ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ, സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ സാധിക്കും. അല്ല എങ്കിൽ നമുക്ക് എത്ര കിട്ടിയാലും, ലക്ഷങ്ങൾ കിട്ടിയാലും നമുക്കത് ഉണ്ടാവില്ല. ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും, സമാധാനം എന്നൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പരവിജയം നേടാൻ നമ്മൾ സൂക്ഷ്മതയോട് ഇസ്ലാമികമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പരിശ്രമിക്കുക. അതിന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് അവന് കീഴൊതുങ്ങി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്.
ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ആഡംബര ഭ്രമത്തോടും ധൂർത്തിൻ്റെ ആധിക്യത്തിനുമെല്ലാം എന്താണ് ഒരു പരിഹാരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്പമാണെങ്കിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. ആ തൃപ്തിയില്ലാത്ത അവസ്ഥയാണ് നമ്മുടെ അപകടത്തിലേക്കും കുമിഞ്ഞുകൂടുന്ന കടങ്ങളിലേക്കും എത്തിക്കുന്നത്. സാധാരണ മലയാളത്തിൽ പറയാറുണ്ട്, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പറയാറുണ്ട്. അതിന് നമ്മൾ ശ്രമിക്കുക. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം വളരെ പ്രസക്തമാണ്. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. വല്ലാത്തൊരു വചനാണ്, നമ്മൾ പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ്. നിങ്ങൾക്ക് താഴെയുള്ളവരിലേക്ക് നോക്കുക, നിങ്ങൾക്ക് മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. സാമ്പത്തികമായും മറ്റു രംഗത്തുമെല്ലാം അനുഗ്രഹങ്ങൾ ധാരാളം കിട്ടിയവരിലേക്ക്, ഭൗതിക സൗകര്യങ്ങൾ ധാരാളമുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് താഴെയുള്ളവരിലേക്ക് നോക്കുക. എന്തിനാണ്? ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണാതിരിക്കാൻ അതാണ് നല്ലത്. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അത് ഓർമ്മ വരണമെങ്കിൽ നമുക്ക് അത്ര അനുഗ്രഹങ്ങൾ കിട്ടാത്തവരിലേക്ക് നോക്കണം. വർഷങ്ങളായി കിടക്കയിൽ കിടക്കുന്ന എഴുന്നേൽക്കാൻ കഴിയാത്ത ഒരാളെ നോക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് മനസ്സിലാവുക. ഒരുപാട് കാലം അധ്വാനിച്ചിട്ടും വർഷങ്ങൾ വിദേശത്ത് പോയി ജോലി ചെയ്തിട്ടും കടങ്ങൾ തീരാതെ ബാക്കിയായി നിരാശയോടുകൂടി ജീവിക്കുന്ന ഒരാളെ നോക്കുമ്പോഴാണ് നാട്ടിലാണെങ്കിലും സമാധാനത്തോടെ കുറച്ച് പണത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുന്നുണ്ടല്ലോ എന്ന് നമുക്ക് ഓർക്കാൻ കഴിയുക. ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മേക്കാൾ അനുഗ്രഹം കുറഞ്ഞ ആളുകളിലേക്ക് നോക്കുമ്പോൾ, ഒരുപാട് വർഷങ്ങളായിട്ട് വീടുണ്ടാക്കാൻ ശ്രമിച്ചിട്ടും കഴിയാതെ അധ്വാനിച്ച് പ്രയാസപ്പെടുന്ന ആളുകളെ നോക്കുമ്പോഴാണ് നല്ലൊരു വീട്, ചെറുതാണെങ്കിലും ഒരു വീടുണ്ടല്ലോ എന്ന് ആശ്വസിക്കാൻ കഴിയുക. ഓരോ രംഗത്തും നമ്മളിങ്ങനെ നമ്മേക്കാൾ കുറവുള്ളവരിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കിട്ടാത്തതിനെക്കുറിച്ച് ഓർത്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സമാധാനം ഉണ്ടാവില്ല. നമ്മേക്കാൾ കൂടുതൽ സൗഭാഗ്യങ്ങളുള്ള ആളുകളെ നോക്കി അസ്വസ്ഥരായാൽ ആ അസ്വസ്ഥത ഒരിക്കലും നമുക്ക് തീരൂല സഹോദരങ്ങളെ. ലക്ഷ്യങ്ങൾ വേണം, ഉയരങ്ങളിലേക്ക് എത്തണം, ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറണം, കൂടുതൽ സമ്പാദിക്കാൻ ശ്രമിക്കണം എന്നോ അതൊന്നും വേണ്ട എന്നല്ല, അതൊക്കെ നമുക്ക് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അവിടെയൊക്കെ താഴെയുള്ളതിലേക്ക് നോക്കി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കാൻ നമുക്ക് സാധിക്കണം. ഓരോ ദിവസവും നമുക്ക് ഓർക്കാം, നമ്മുടെ മാതാപിതാക്കൾ വലിയ അനുഗ്രഹമാണ്. അങ്ങനെ അവിടെ നിന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ഓർക്കാം. നമ്മുടെ വിവാഹവും നമ്മുടെ മക്കളും നമ്മുടെ സമ്പത്തും നല്ലൊരു ജോലിയും എല്ലാം നമ്മങ്ങനെ ഓർക്കുമ്പോൾ എത്രയെത്ര അനുഗ്രഹങ്ങൾ, എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഓരോ അനുഗ്രഹങ്ങളും നമുക്ക് ചോദ്യം ചെയ്യപ്പെടും, അല്ലേ? ഫലസ്തീനിലും ഗസയിലും ഒക്കെയുള്ള മക്കളും അവിടെയുള്ള അവരുടെ ജീവിതമൊക്കെ ചിലപ്പോൾ നമ്മളിങ്ങനെ ഓർത്താൽ നമ്മളൊക്കെ എത്ര ഭാഗ്യത്തിലാണ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഈമാൻ കൊണ്ട് മാത്രമേ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റുള്ളൂ സഹോദരങ്ങളെ. എല്ലാം ചോദ്യം ചെയ്യപ്പെടും. നമ്മുടെ മാലിനെ കുറിച്ച്, അതെവിടെ നിന്ന് സമ്പാദിച്ചു, അതെങ്ങനെ ചെലവഴിച്ചു എന്ന് അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം, ഭർത്താക്കന്മാരോട് പറയാൻ സാധിക്കണം ആവശ്യത്തിനോട് മതി എന്നുള്ളത്. അനാവശ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സ്ത്രീകൾ പുരുഷന്മാരെ നന്നായി സഹായിക്കേണ്ടത്. സ്വഹാബ വനിത പറഞ്ഞ വാചകം വല്ലാത്തൊരു വചനം, വിശപ്പ് ഞങ്ങൾ സഹിച്ചോളാം, പക്ഷേ ഹറാം നരകം ഞങ്ങൾ സഹിക്കില്ല. അതേപോലെ പറയാനുള്ള തൻ്റെ ഇടം സഹോദരിമാർക്ക് ഉണ്ടാവണം, അല്ലേ? ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ഭർത്താക്കന്മാരോട് പറയുന്ന വാചകമാണ്, എങ്ങനെയെങ്കിലും ഞങ്ങൾ പട്ടിണി കിടക്കുമെന്ന് വിചാരിച്ച് എന്തെങ്കിലും സമ്പാദിച്ചു കൊണ്ടുവരണ്ട. നരകം, ഹറാമ് തിന്നിട്ട് നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, വേണമെങ്കിൽ പട്ടിണി ഞങ്ങൾ കിടന്നോളാം എന്ന് പറയാൻ, കൂടെ നിൽക്കാൻ എന്നും ഒപ്പമുണ്ടാകും. ഇസ്ലാമിക ദീനി ജീവിതത്തിൻ്റെ കൂടെ ഞങ്ങളുണ്ടാകും, എന്നും ഒന്നിച്ചുണ്ടാകുമെന്നുള്ള ധൈര്യം പകരാൻ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെ നിയന്ത്രിക്കാൻ, വീട്ടിലെ ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കേണ്ടതുണ്ട്. പിശുക്കണമെന്നല്ല, പക്ഷേ അനാവശ്യമായ ദൂർത്തുകൾ ഒഴിവാക്കാൻ സാധിക്കും. അതിലാണ് സഹോദരങ്ങൾ ഐശ്വര്യവും സന്തോഷമുള്ളത്. മനസ്സിന്റെ തൃപ്തിയാണ്, അല്ലാതെ കുറെ ആഡംബരങ്ങളോ കുറെ പ്രകടന പദ്ധതികളോ ഒന്നുമല്ല ഐശ്വര്യം. ഐശ്വര്യം എന്നുള്ളത് സന്തോഷവും സംതൃപ്തിയുമാണ് എന്ന് തിരിച്ചറിയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴിമുത്തുകളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ പരിഗണിക്കാൻ നമുക്ക് സാധിക്കണം. അതിലൂടെ വലിയ സന്തോഷം നമുക്ക് കിട്ടും. പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാമിൻ്റെ ദീനിൻ്റെ നിലപാടുകൾ, വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ നമുക്കൊരുപാട് നേട്ടങ്ങൾ ലഭിക്കാനുണ്ട്. ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യും. അള്ളാഹു അതിനുള്ള ഒരു തൗഫീഖും അവസരവും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുക. നമുക്കറിയാം, നമ്മുടെ മുമ്പ് നമ്മൾ ജുമായിലൊക്കെ പ്രാർത്ഥിച്ചിരുന്നു ഒരു സഹോദരിയുടെ അസുഖം. ആ സഹോദരി കഴിഞ്ഞ ആഴ്ചയിൽ മരണപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ആ ഒരു അവസ്ഥ.
അപ്പോൾ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സഹോദരി, ഒരു പ്രവർത്തകൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രയാസം നേരിട്ടിട്ടുണ്ട്. വലിയ പ്രയാസമാണ്, അസുഖമാണ്. ആ അസുഖം സുഖപ്പെടുന്നതിന് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആ ഒരു സഹോദരി നമ്മുടെ പള്ളിയുമായി ഏറെ ബന്ധപ്പെട്ട സഹോദരിയായിരുന്നു. അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു ഏറ്റവും പ്രതിഫലമുള്ള സൽക്കർമ്മമായി സ്വാലിഹായ അമലായി അവരിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ എല്ലാവിധ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആ സഹോദരിക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പൂർണ്ണമായ ആരോഗ്യവും ആഫിയത്തും തിരിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ പ്രയാസങ്ങളും രോഗങ്ങളിലും ഉണ്ട്. അവർക്കെല്ലാം അള്ളാഹു ഷിഫാവുൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തിൽ അള്ളാഹു എല്ലാവിധ ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ധൂർത്തിൽ നിന്നും പിശുക്കിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ അനാചാരങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നാം ചെയ്തു പോയ എല്ലാവിധ പാപങ്ങളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അവൻ്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം പ്രവേശിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ലശ് ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി